സംസ്ഥാനത്ത് ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തം. മിനിമം ചാർജ് 50 രൂപയാക്കണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും നിവേദനം സമർപ്പിച്ച ഓട്ടോ ഡ്രൈവർമാരുടെ സംഘടന. സംസ്ഥാനത്ത് ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. മിനിമം ചാർജ് 50 രൂപയാക്കണം എന്നുള്ളതാണ് ആവശ്യം. മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും ഓട്ടോ ഡ്രൈവർമാരുടെ സംഘടന നിവേദനം സമർപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ അനുകൂലമായ പ്രതികരണം ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സർക്കാർ അധികാരമേറ്റ് ജനപ്രിയ പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഓട്ടോ കൂലി വർധനയ്ക്ക് അനുമതി ലഭിക്കാൻ സാധ്യതയില്ല. KSRTC ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര ഉൾപ്പെടെ ഒട്ടേറെ ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് മുന്നോട്ടു പോവുകയാണ് സർക്കാർ. ഈ വേളയിൽ ചാർജ് കൂട്ടുന്നത് ജനവികാരം എതിരാക്കുമെന്ന് സർക്കാരിന് ആശങ്കയുമുണ്ട്. എന്നാൽ സമരത്തിലേക്ക് കടക്കാനാണ് ഓട്ടോ തൊഴിലാളികളുടെ നീക്കം. ആദ്യഘട്ടത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും കളക്ടറേറ്റ് മാർച്ചുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. മിനിമം കൂലി നിലവിൽ 30 രൂപയാണ്. ഇത് 50 രൂപയാക്കണമെന്നുള്ള ആവശ്യമാണ് തൊഴിലാളികൾക്കുള്ളത്. മാത്രമല്ല, മിനിമം കൂലിയുടെ ദൂരപരിധി കഴിഞ്ഞുള്ള ഓരോ കിലോമീറ്ററിനും 25 രൂപ വീതം ഈടാക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. നിലവിൽ മിനിമം ചാർജ് കഴിഞ്ഞുള്ള ഓരോ കിലോമീറ്ററിനും 22.50 രൂപയാണ് ഈടാക്കുന്നത്. അപ്പ് ആൻഡ് ഡൗൺ യാത്രയ്ക്ക് കിലോമീറ്ററിന് 15 രൂപയും. ജീവിത ചിലവ് വർദ്ധിച്ചിട്ടും നിരക്ക് കൂട്ടാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഓട്ടോ തൊഴിലാളികൾ പറയുന്നു. പെട്രോൾ, ഡീസൽ വില വർദ്ധിപ്പിച്ചതും CNG കിട്ടാനില്ലാത്തതുമെല്ലാം അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കഴിഞ്ഞ 4 വർഷമായി ഓട്ടോ നിരക്കിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഒറ്റയടിക്ക് 50 രൂപയാക്കി മിനിമം ചാർജ് ഉയർത്താനുള്ള സാധ്യത വളരെ കുറവാണ്. സമരം ശക്തമാവുകയാണെങ്കിൽ നേരിയ വർധനവിലാണ് നിലവിൽ സാധ്യത. ചർച്ചകൾക്ക് വഴിയൊരുക്കാനുള്ള സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമാണ് ഈ സമരം. CITU, ഓൾ കേരള സ്വതന്ത്ര ഓട്ടോ തൊഴിലാളി യൂണിയൻ എന്നീ സംഘടനകളാണ് സമരവുമായി രംഗത്ത് വന്നത്. ഈ മാസം 16-ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയേക്കും. എല്ലാ കളക്ടറേറ്റിലേക്കും അന്നേ ദിവസം മാർച്ച് നടത്താനും CITU തീരുമാനിച്ചിട്ടുണ്ട്. ഓട്ടോ നിരക്ക് കൂട്ടിയാൽ ബസ് ഉടമകളും നിരക്ക് വർധന ആവശ്യപ്പെട്ട് രംഗത്തെത്താനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ചകൾക്ക് ശേഷം മാത്രമേ അന്തിമ തീരുമാനം സർക്കാർ എടുക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.